ഇന്നത്തെ വീഡിയോ വീട്ടിലെങ്ങനെ കാച്ചി എണ്ണ ഉണ്ടാക്കാം എന്നതാണ്. മുടികൊഴിച്ചിൽ തടയാനും മുടി തഴച്ചു വളരാനും താരൻ പോലുള്ള പ്രശ്നങ്ങൾക്കും മുടിക്ക് മൃദുത്വവും തിളക്കവും ഒക്കെ നൽകാൻ പറ്റിയ നല്ല കാച്ചി എണ്ണ വീട്ടിലെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമസ്കാരം, എല്ലാവർക്കും ഷൈനി വിഷനിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് 2 ടീസ്പൂൺ ഉലുവ എടുക്കാം. ഇത് കുതിരാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതോടൊപ്പം 2 ടീസ്പൂൺ കരിഞ്ജീരകവും കൂടെ ചേർത്ത് ഇനി ഇത് 2 മണിക്കൂർ കുതിരാനായി അടച്ചു മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടുന്ന ചെമ്പരത്തിപ്പൂവും കറ്റാർവാഴയും തുളസിയില എടുത്തിട്ട് വരാം. പണ്ട് മുതലേ ഉള്ള ആൾക്കാർ ചെയ്യുന്നതാണ് ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിയുടെ ഇലയൊക്കെ വെച്ചുള്ള താളി. ചെമ്പരത്തി താളി മുടിയുടെ ആരോഗ്യവും തിളക്കവും ഒക്കെ കൂട്ടാൻ വളരെ നല്ലതാണ്. എണ്ണ കാച്ചാനായി 5 ചെമ്പരത്തിപ്പൂ പൊട്ടിച്ചെടുക്കാം. ഒരു കുഞ്ഞു പിടി തുളസിയിലയും കൂടെ എടുക്കാം. പിന്നെ വേണ്ടുന്നത് കറ്റാർവാഴയാണ്. അതിനായി ഒരു കറ്റാർവാഴയുടെ തണ്ട് ഒടിച്ചെടുക്കാം. 7 ഐറ്റം എടുത്തിട്ടുണ്ട്. ഒന്ന് തുളസിയില, ഒരു കുഞ്ഞു പിടി തുളസിയില എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഒരു ചെറിയ പിടി കറിവേപ്പില, നല്ല പച്ച നെല്ലിക്ക 8 എണ്ണം എടുത്തിട്ടുണ്ട്. ചെമ്പരത്തിപ്പൂ 5 എണ്ണം എടുത്തിട്ടുണ്ട്. അടുത്തതായി കറ്റാർവാഴയുടെ ഒരു വലിയ പീസ് എടുത്ത് ഇതിൻ്റെ 2 സൈഡിലെയും മുള്ളൊക്കെ കളഞ്ഞെടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് കുതിർക്കാൻ വെച്ച ഉലുവയും കരിജീരകവുമാണ്. 2 മണിക്കൂറായപ്പോഴത്തേനും ഉലുവ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. നെല്ലിക്ക ഇതുപോലെ ഒന്ന് കുരു കളഞ്ഞെടുക്കാം. ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവയും കരിഞ്ജീരകവും ഈ വെള്ളത്തോടു കൂടി തന്നെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. എണ്ണ കാച്ചി വരുമ്പം ഈ ജലാംശം എല്ലാം വറ്റിപ്പോയിക്കോളും. ഇനി എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി ഐറ്റംസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നെല്ലിക്ക മുടി കൊഴിച്ചിലകറ്റി മുടി നല്ല ഉള്ളോടെ വളരാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും സഹായിക്കും. എല്ലാ രീതിയിലും മുടിയുടെ ആരോഗ്യത്തെ പരിപോഷിപ്പിക്കുന്ന ഒന്നാണ് ചെമ്പരത്തിപ്പൂവ്. താരനകറ്റാനും മുടി വളരാനും മികച്ചതാണ് കറിവേപ്പില. മുടികൊഴിച്ചിലിനെയും താരനെയും അകാലനരയും തടയാനുള്ള കഴിവ് തുളസിയിലേക്കുണ്ട്. കറ്റാർവാഴ പ്രകൃതിദത്തമായ ഒരു കണ്ടീഷണർ കൂടിയാണ്. ഇത് മുടി വളരാൻ മാത്രമല്ല മുടിക്ക് തിളക്കവും മൃദുത്വവും നൽകാൻ സഹായിക്കുന്നു. ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കി ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇതിൽ 350 ഗ്രാം വെളിച്ചെണ്ണ ചേർത്താലേ എണ്ണ കാച്ചി വരുമ്പോഴേക്കും ഒരു 250 ഗ്രാം കിട്ടത്തുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടാനായി ഈ വെളിച്ചെണ്ണയുടെ പകുതി ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. എണ്ണ കാച്ചാനായി ചൂടുകട്ടിയുള്ള ഒരു പാത്രം എടുക്കാം. ഇതിൽ ചേർത്ത ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല, അത്രമാത്രം ഉണ്ട്. ഈ അരച്ചെടുത്ത മിശ്രിതത്തിലേക്ക് ബാക്കി വന്ന വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് 1/4 മണിക്കൂറത്തേന് മാറ്റി വെക്കാം. ഇതുപോലെ ചെയ്തു വെക്കാൻ ഇരുമ്പ് ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് തിളച്ചു വരുന്നവരെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഇപ്പം ചെറുതായി തിളച്ചു വരുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് പതുക്കെ വേണം എണ്ണ കാച്ചിയെടുക്കാൻ. പെട്ടെന്നായി കിട്ടാൻ ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ കാച്ചിയെടുക്കാൻ ശ്രമിക്കരുത്. കട്ടിയുള്ള പാത്രമായതുകൊണ്ട് അടി പിടിക്കത്തൊന്നുമില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഈ എണ്ണ കാച്ചിയെടുക്കാൻ 1 മണിക്കൂറെങ്കിലും വേണം. അതുകൊണ്ട് ഞാനൊരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഇനി കാണിക്കാം. ഇപ്പം 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊട്ടും ആയിട്ടില്ല. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. ചെറുതായി കളർ മാറി വന്നിട്ടുണ്ട്. ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. 3/4 മണിക്കൂറായപ്പോഴേക്കും കുറച്ചുകൂടെ കളർ മാറി വന്നിട്ടുണ്ട്. 1 മണിക്കൂറിനോട് അടുപ്പിച്ചായപ്പോഴേക്കും ഈ ഒരു സ്റ്റേജിലായിട്ടുണ്ട്. കക്കൻ മണൽത്തിരി പോലെ തരിതരാന്നാകുന്നത് വരെ ഇളക്കി കൊടുക്കാം. കുറച്ച് ഒന്ന് കൈ കൊണ്ട് എടുത്ത് ഞെരടി നോക്കാം. ഇതിപ്പോൾ ആയിട്ടില്ല, കുറച്ചുകൂടെ ആകാനുണ്ട്. എണ്ണ എടുക്കാനുള്ള പാത്രവും അരിപ്പും എല്ലാം അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം എണ്ണ ഇതിലൊഴിച്ച് ചൂടാറിയതിന് ശേഷം ബോട്ടിലോട്ട് ഒഴിക്കാം. ഇപ്പം കാച്ചിയ എണ്ണയുടെ നല്ല മണം വരുന്നുണ്ട്. കണ്ടിട്ടായതുപോലെ തോന്നുന്നുണ്ട്. ഇതിൽ കക്കനെ കുറച്ചെടുത്ത് കയ്യിലെടുത്ത് ഞെരടി നോക്കാം. ഇപ്പം നല്ല മണൽത്തരി പോലെ കക്കനായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. കറക്റ്റ് 1 മണിക്കൂർ എടുത്തു ഇതായി വരാൻ. ഇനി ഉടൻ തന്നെ കക്കനും എണ്ണയും വേർതിരിച്ചെടുക്കാം. ഇങ്ങനിരുന്ന് തണുത്ത് കഴിഞ്ഞാൽ കക്കൻ എണ്ണ വലിച്ചെടുക്കും. ഇനി ഒട്ടും താമസിക്കാതെ തന്നെ എടുത്തു വച്ചിരിക്കുന്ന അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. സ്റ്റീൽ പാത്രവും സ്റ്റീൽ അരിപ്പയൊക്കെ വേണം ഇതിനുപയോഗിക്കാൻ. എണ്ണ നന്നായി തണുത്തതിന് ശേഷം ബോട്ടിലോട്ട് മാറ്റാം. മുടി വളരാൻ പണ്ട് കാലം മുതലേ ചെയ്തു വരുന്ന ഒന്നാണ് എണ്ണ മസാജ്. ഇത് ആഴ്ചയിൽ 1-2 ദിവസം തേച്ചാൽ മതി. തേക്കുമ്പോൾ ആദ്യം തലയുടെ ഉച്ചിക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. പിന്നെ തലയിൽ ഒത്തിരി പ്രഷർ കൊടുക്കാതെ തലയോട്ടിയിലെല്ലാം നന്നായി എണ്ണ തേച്ച് പിടിപ്പിക്കാം. അപ്പം നല്ല രക്തോട്ടം കിട്ടും. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.